ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെൽറ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒരു റോഡ് ട്രിപ്പാണ്. ജസ്റ്റ് ലക്ഷ്യമൊന്നുമില്ല. പൊതുവെ യാത്രകളൊക്കെ നമ്മളെ യാത്രകൾ പൊതുവെ അങ്ങനെ തന്നെ ഉണ്ടാവാറില്ല, ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിന്ന് പോകുന്ന റൂട്ട് പാലക്കാട്, അട്ടപ്പാടി, മുള്ളി, മഞ്ഞൂര്. പിന്നെ മഞ്ഞൂര് എത്തിയിട്ട് ജസ്റ്റ് അവിടുന്ന് കുറച്ച് അവിടുന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ നല്ലൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നൊന്നും ഇതുവരെ തീരുമാനമല്ല. ഈ റൂട്ടാണ്. അപ്പോൾ ഇതിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ എടുത്ത് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. സമയം ഇപ്പോൾ 4:15 പുലർച്ചെ 4:15. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് അവരെടുത്തിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പോക്കറ്റ് റോഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു വിഷ്വലുണ്ട്. ഒന്ന് ഫോട്ടോ എടുക്കാൻ എഴുതിയിട്ട് ഇറങ്ങിയത്. ഇതൊരു പോയേട്ടോ സംഭവം എന്താണ്, ഭയങ്കര ബ്യൂട്ടി, ഇത്രയും നല്ല ബ്യൂട്ടി. ഈ സൈഡൊരു മല. വാഴത്തോട്ടണ കാണണോ? വാഴത്തോട്ടം നമ്മളപ്പം പോകുന്ന 2 ചങ്ങായിമാർ തന്നെ അവിടെ വളർത്തി കിടക്കണോ. ഓക്കെ, നമ്മൾ 3-4 പിക്ക് എടുക്കട്ടെ. പിക്കൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിടുന്നുണ്ട്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് റൂട്ടിലിറങ്ങിയത്. സംഭവം ഇവിടെ നല്ല പുഴയുണ്ട്, നല്ല കുന്തിപ്പുഴ കേട്ടോ. വെയിലിൻ്റെ കൊണ്ട് അത്ര ഒരു ക്ലിയർ കിട്ടൂല വീഡിയോ. എന്നാലും നല്ല മല, കാറ്റാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടി കാറ്റാടി. പിന്നെ അവിടെ കാണുന്നത് നമ്മൾ കൃഷിയാണ്, കൃഷിയിടം. സംഭവം നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഇനി ഇവിടുന്ന് മഞ്ഞൂരിക്കൊരു 10-80 കിലോമീറ്റർ അടുത്തുണ്ട്. 80 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. നമ്മൾ പോണ വഴിക്ക് നിർത്തിയതാണ്. ആന ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട് നല്ലൊരു ബോർഡൊക്കെ കണ്ടു. ഈ സൈഡ് ഫുള്ള് മലയാണ്. സംഭവം നല്ലൊരു വ്യൂ കിട്ടി. അത് നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ നല്ല പുഴ, കുന്തിപ്പുഴയാണ്. കുന്തിയാണോ ഇനി ഭവാനിയാണെന്നറിയില്ല, പുഴയാണിത്. ഇത് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി മഞ്ഞൂർക്ക് പോകാം. അതിൻ്റെ ഇവിടുന്ന് കുറച്ച് 2-3 പിക്സ് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മഞ്ഞൂർ, പിന്നെ ബാക്കി പോണ യാത്രയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ. നമ്മളിപ്പോൾ ചായ കുടിച്ചാൽ കയറിക്കട്ടോ. പൊറാട്ട ഇവിടെ പോയി നമുക്ക് ഇവിടെ പൊറാട്ട ഓർഡർ ചെയ്ത് കിട്ടും. ഇപ്പോൾ എവിടെ ഇവിടെ സ്ഥലം കറക്റ്റ് ഇപ്പോൾ എവിടെ സ്ഥലം ചോദിച്ചിട്ട് ചോദിക്കരുത്. മുള്ളി ഏതായാലും നമ്മുടെ മുള്ളി ബോർഡറൊക്കെ തന്നേക്കണം. 8 കിലോമീറ്റർ ചായ കുടിച്ചിട്ട് പോകുന്നത്. അതാണ് പൊറാട്ട. ഇത് ഏതാണ് ഗ്രീൻ പീസ് കടലക്കറി, 2 മുട്ടക്കറി, ഭയങ്കര തീറ്റിടിഞ്ഞ് തിന്ന് കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ എന്താണ് ആ പേര്? റോയൽ ഹോട്ടലുണ്ട്. നമ്മള് 9 പൊറാട്ടയും അതുപോലെ മുട്ടക്കറി, 2 മുട്ടക്കറി, 1 കടലക്കറി, 3 ചായയും. എന്നിട്ട് 190 രൂപ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, ചായ എല്ലാം സാർ തന്നെയാണ്. പൊറാട്ട സാറാണ്, ചായ നല്ല സാറാണ്, കറിയും കുഴപ്പമില്ല. റാത്താണ്. ഇതിപ്പോ എവിടെ സ്ഥലം ചോദിച്ചാൽ ഇവിടെ നിന്നുള്ള സ്ഥലം പേര് പുളിക്കൽ എലച്ചി വഴി. നമ്മൾ മുള്ളി റൂട്ടിൽ എലച്ചി വഴി പറഞ്ഞ സ്ഥലത്താണ്. കുഴപ്പമില്ല, നല്ല സാറാണ്. ഈ വൈക്ക് വരുന്നവർക്ക് അവിടെ നിന്ന് ചായ പിടിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. റോയൽ ഹോട്ടൽ, റോയൽ എന്നാണ്. ചെറിയൊരു ടൗണോ വലിയ ടൗണൊന്നും അല്ല. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോവാം. കൊണ്ട് ഓഫ് റോഡിങ് പോവുകയാണ്. അപ്പോൾ കേരള ബോർഡർ കടന്ന് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് അതിനെ അറിയില്ല. നമ്മൾ വണ്ടീൻ്റെ ബുക്ക്, RC ബുക്കും, വണ്ടീൻ്റെ ഫുൾ പേപ്പറും, പിന്നെ നമ്മുടെ ലൈസൻസും കാര്യങ്ങളും കൊടുക്കണം. ഫോൺ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. ബാക്കി ഇവിടെ പ്രശ്നമൊന്നുമില്ല. തമിഴ്നാട് ബോർഡർ കിടക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയിട്ട് കൊടുക്കേണ്ടത്. ബോർഡർ ഇവിടെ തന്നെയാണ്. തമിഴ്നാട് ബോർഡർ കടന്നു പോകുന്നു. അവിടെ കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു. നമ്മൾ പോകുന്നവർ അങ്ങനെ ഒരു ഉണ്ട്. നമുക്ക് പിന്നെ പെർമിറ്റ് എടുക്കാൻ, പാസ് എടുക്കാൻ തമിഴ്നാട് ഈ പാസ് പറഞ്ഞാണ്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. അതിൽ സൈറ്റിൽ കയറിയിട്ട് നമ്മളെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ കാറാണെങ്കിൽ 4 പേർക്ക് മാക്സിമം പറ്റുള്ളൂ, ഡ്രൈവർ അടക്കം. അതിൽ കണക്കുണ്ട്. അതിനനുസരിച്ച് കൊടുത്തിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ അതിൽ ഫ്രം അഡ്രസ്സ് നമ്മൾ കറക്റ്റ് കൊടുക്കണം. ടു അഡ്രസ്സ് നമുക്ക് എവിടെയും കൊടുക്കാൻ പ്രശ്നമില്ല. ഫ്രം അഡ്രസ്സ് കറക്റ്റ് കൊടുക്കണം. നമ്മൾ പുള്ളി വഴിയാണ് ഞാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഈ പാസിൽ സെലക്ട് ചെയ്തതിന് അട്ടം ആനക്കെട്ടിയാണ് ഉറപ്പെടുത്തുക. അത് പിന്നെ ആ കാര്യത്തിൽ അവർ ഒരു കുറവില്ലാത്ത ആൾക്കാരാണ് തമിഴ്നാട് പോലീസ്.
ആൾക്കാരാണ്. നമ്മുടെ ഇതിലും ബെറ്റർ നമ്മുടെ കേരള പോലീസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള പോലീസ് ഇങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളിപ്പോൾ കേരള ബോർഡർ നടന്നപ്പോൾ അവിടെ ഒന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു, RC കാര്യങ്ങൾ നോക്കി, ലൈസൻസ് കാര്യങ്ങൾ നോക്കി, അത് കൊടുത്ത് നമ്മളോട് നടന്ന് പോരാൻ പറഞ്ഞു. വേറെ ഒന്നും നമ്മളവിടെ ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പിന്നെ അവർക്കൊക്കെ വേണം. അല്ല, ഞങ്ങൾ RC ബുക്ക് കൂടി കൊടുത്തിട്ടില്ല. അവർ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആ ഒരു പാസിൻ്റെ ഇത്. അതുപോലെ നോക്കി നമ്മളവിടെ ഫോൺ നമ്പറോ ഇതൊക്കെ കൊടുത്ത് പോന്നു. നമ്മളിത് പോന്നു. കയറി ഒരു വണ്ടിയിലും മനുഷ്യനും ഇല്ല, ഒരാളും മനുഷ്യനില്ല. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ടെന്നല്ല, പിന്നെ എനിക്കൊരു വണ്ടി വരുന്നതാണ്. എവിടെ നിർത്തരുത് എന്നൊരു പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോരുമ്പോൾ ഇവിടെ എവിടെ നിർത്താൻ നിൽക്കണില്ല. മുമ്പ് ഒരിക്കൽ നമുക്കൊരു അനുഭവം ഉണ്ട്, വണ്ടി നിർത്തിയിട്ട് ഫൈൻ കൊടുത്തതൊക്കെ. ഇവിടെ അല്ല, നമ്മുടെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ വൈക്ക് പോകുന്നപ്പോൾ വണ്ടി നിർത്തിയിട്ട് 1000 റുപ്യ ഫൈൻ എടുക്കേണ്ടി വന്നില്ല. 1000 റുപ്യ ഫൈൻ എടുക്കേണ്ടി വന്നു. അവിടെ എവിടെയും നമ്മൾ നിർത്താൻ പോകണമെന്നില്ല. നമുക്ക് നേരെ വിടപെടും. മഞ്ഞൂരെത്തിയിട്ട് ഇതിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട്, ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി നിർത്താം. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നിൽ ഫുള്ള് നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ്. നല്ല സൂപ്പർ സ്ഥലങ്ങളാണ്. റോഡും നല്ല റോഡാണ്. ആ കാര്യത്തിൽ തമിഴ്നാട് സാറാണ്. എല്ലാ കാര്യം പറയാം. നമ്മളെ കേരള റോഡ് ഫുള്ള് മോശമാണ്. പക്ഷെ തമിഴ്നാടിക്ക് കടന്നാൽ ഇവിടെ നല്ല, എവിടെ കടന്നാലും ഇപ്പോൾ മറ്റേ നമ്മുടെ നാടുകാണി കടന്നാലും റോഡ് ഇത്ര ടോപ്പ് റോഡാണ്. ആദ്യമായിട്ടൊരു വണ്ടി പക്ഷെ കേരളത്തിലെ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശം. ഈ റോഡൊക്കെ നല്ല എന്താ സാറ്, വണ്ടിക്ക് സുഖമായിട്ട് പോവാം. അവിടെ ബോർഡറിൽ നമ്മൾ ചോദിച്ചു, കേരള പോലീസിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു 100 മീറ്റർ കഴിഞ്ഞാൽ നല്ല റോഡാണ്. പറയുമ്പോൾ ശരിയാണ്, 100 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. റോഡ് സാറാണ്, നല്ല റോഡ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നേരെ വിടാം. പോകുന്ന റൂട്ടിൽ തമിഴ്നാട് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇതാണ് കാനഡ പവർ ഹൗസ്. കാനഡ പവർ ഹൗസാണിത്. അതിൻ്റെ നേരെന്ന് കണ്ടില്ലേ, കാണിച്ചു തരാം. ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ഡീറ്റെയിൽസിന് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കി അറിയാം. വേണമെങ്കിൽ 2 മണിക്കൂർ നോക്കാം. ഇവിടുന്ന് മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത്. അവിടെ മേലെ കാനഡ പവർ ഹൗസ്. കാനഡ പവർ ഹൗസ് അതിൻ്റെ പേരതാണ് അറിയാം. ഒന്ന് റൂട്ടിൽ. പിന്നെ നമ്മൾ പോന്നപ്പോൾ തമിഴ്നാട് നമ്മളവിടെ ബോർഡറിൽ 100 റുപ്യ എടുക്കും. ഇവിടെ 100 റുപ്യ എടുക്കേണ്ടി വരും. അല്ല ഒരു പൊന്തിച്ച് തരില്ല. എന്താ ഇപ്പം ചെയ്യുക? ഇതിന് ഭേദം നമ്മളെ കേരള പോലീസ് തന്നെ നല്ല കിട്ടും. അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര പിയൂല എല്ലാം ക്ലിയർ ആയിട്ടും അവർക്ക് 100 റുപ്യ എവിടെയും കൊടുത്ത് അവിടെയും നമ്മൾ കൊടുത്ത് 200 രൂപ കൊടുക്കേണ്ടി വന്നു. എന്തായാലും തമിഴ്നാട് പോലീസ് ഇത്ര വലിയ നായ്ക്കാട്ടങ്ങളാണ്. എന്തായാലും ഇതിനൊക്കെ പറയാം. നമുക്ക് പോരേണ്ട ആവശ്യമാകുമ്പോൾ നമ്മൾ കൊടുക്കല്ല പോലല്ലോ. ഏതായാലും ആ പോരുന്നവരും അങ്ങനെയൊക്കെ സൂക്ഷിക്കുക. എന്തായാലും ഇവിടെ ചില്ലറ കയറ്റി പോകുന്നോണ്ടി. വലിയ നോട്ടുണ്ടെങ്കിൽ പിന്നെ അതന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ.
ഫ്രണ്ട്സ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഇറങ്ങിയൊരു സ്ഥലമാണ്. നല്ല ആകാശം കാണുന്ന സ്ഥലം, ആകാശത്തിൻ്റെ തൊട്ടത്ത് എന്നൊക്കെ പറയാം. ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ പോകുന്ന റൂട്ടൊക്കെയാണ് അടിക്കാണ്. അവിടെ കാണുന്നതൊക്കെ അടിയിൽ നമ്മളെ കാണുന്നതൊക്കെ നല്ല മനോഹരമായൊരു കാഴ്ച, വ്യൂ പോയിൻ്റ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു സമയം 12:30. പക്ഷെ ഇവിടെ ഒരു ചൂട്, വെയിൽ നല്ലുണ്ട്. പക്ഷെ വെയിലിന് ആ ചൂടില്ല, ഭയങ്കര തണുപ്പാണ്. നല്ല വ്യൂ പോയിൻ്റ് ആട്ടോ. എന്തായാലും ഈ ബൈക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് എല്ലാവരും ഈ ബൈക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം. അട്ടപ്പാടി, മുള്ളിവായി, മഞ്ഞൂർ, ചുറ്റും മലകളാണ്. മനോഹരമായ बोले नहीं सारा ഇവിടുന്ന് ഇനിയും പോവാണ്ട്, സൈഡിലേക്കൊക്കെ എത്രയോ പോവാണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ വിഷ്വലൊക്കെ കണ്ടിട്ട് നമുക്കിനി മേലേക്ക് പോവാം. അപ്പോൾ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ആ കാര്യം ആരും മറക്കണ്ട. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം താഴെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് സഹകരിക്കുക. ഓക്കെ. കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറും 12 മിനിറ്റാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അത് കാണുന്ന രാത്രി ചിലപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. അവിടെ എത്തിയിട്ട് നമുക്ക് റൂം നല്ല കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഊട്ടിക്ക് വിടാം. ഊട്ടിക്ക് പോകുന്ന കാഴ്ചകൾ കാണാം.
നല്ല വിഷ്വലി ഒരു മനോഹരമായ കാഴ്ച തന്നെ. ഇനി ഇവിടുന്ന് ഊട്ടിക്ക് ഒരു 8-9 കിലോമീറ്റർ കൂടി ഉണ്ട്. നീലാകാശം പച്ച മല കാണാൻ നല്ല മനോഹരമായ ഒരു സ്ഥലം. ഈ റൂട്ടിൽ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം കേട്ടോ. ഇവിടെ എല്ലായിടത്തും നിർത്താൻ നിന്നിട്ടില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഊട്ടിയിലുള്ള ലോ ഡെയിൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് നമ്മളെ ഊട്ടിയിൽ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിക്ക് പോകുന്ന ആ ട്രെയിനൊക്കെ പോകുന്ന ഏരിയയാണ്. നമ്മളെ ഊട്ടിയിൽ കാണുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് നമുക്ക് അതിലത്തൊരു സ്റ്റോപ്പാണിത്. മേട്ടുപ്പാളയത്തിൻ്റെ അടിയിലല്ലേ, ഊട്ടിൻ്റെ അടിയിലൊരു സ്റ്റോപ്പ്. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. ഇവിടെ പഴയ മോഡൽ ഇതാണ്, ഇലക്ട്രിക്കൽ ട്രെയിനൊന്നല്ല, മറ്റേ നമ്മളെ ഊട്ടിയിൽ നിന്ന് സാധാരണ കയറുന്ന ട്രെയിൻ ഉണ്ടല്ലോ, എൻജിന്, തീവണ്ടി, പഴയ മോഡൽ, ആ വണ്ടിൻ്റെ ഇത് നമുക്ക് പറ്റുകയാണെങ്കിൽ അതിലൊക്കെ ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം. സംഭവം അടിപൊളി ലൊക്കേഷനാണ്. പണ്ടത്തെ ലീവറും കാര്യങ്ങളും കാണിച്ചു തരാം. പണ്ട് കാലങ്ങളിൽ ആണ് ഇലക്ട്രിക്കലി കറണ്ടിനൊക്കെ സാധനങ്ങളും ഇത് തുടങ്ങി. നമ്മുടെ ലീവറാണ്, ലീവർ മാറ്റിയിട്ടാണ് ഇത് ചേഞ്ച് ചെയ്യൽ. സ്റ്റേഷൻ മാനേജർ സംഭവം നല്ല അടിപൊളി സ്ഥലവും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പക്ക ഉസാറാണ്. നല്ല കാണാൻ തന്നെ ഒരു മനോഹരമായ സ്ഥലം. നല്ല പൈൻമരങ്ങളും
കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പൈൻ ഫോറസ്റ്റ്. ഈ ഒരു ട്രെയിൻ യാത്ര തന്നെ നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ ട്രെയിനിലൊന്ന് പോകാൻ പറ്റുമോ നോക്കാം. പക്ഷേ അല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കട്ടെ. ഇവിടെ ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം. ചുമ്മാ ഒന്ന് ഒരു ട്രിപ്പ് അടിച്ച് നോക്കാം. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. It's so beautiful, you and me. We meant to be in the great outdoors, forever free. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ടലിലെത്തിയല്ലോ. ഊട്ടിയിൽ ഒരു ഹോട്ടൽ റൂമുണ്ട്. ഹോട്ടലിൻ്റെ പേരെന്താണ്? സിറ്റിയോ ആണെന്നുള്ളൂ ഹോട്ടലിൻ്റെ പേര്. ഇപ്പോൾ സിറ്റി പാലസ്. ഊട്ടിയിൽ നമ്മുടെ ലൈറ്റിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. 3 ആൾക്കുമ്പോൾ റൂമിന് 1500 റുപ്യ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ 1500 രൂപയാണ് 3 പേർക്കിൻ്റെ റൂം. വലിയ കുഴപ്പമൊന്നുമില്ല, ഉണ്ട് കുഴപ്പമില്ലാത്ത റൂമാണ്. ബാത്റൂം ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ കുറച്ച് ഊട്ടിയിലെ കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് കാണാം. ബൈ.